ബിഗ് ബോസ് മലയാളം സീസൺ 6മായി ബന്ധപ്പെട്ട് ഒരു ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പതപ്പിക്കൽ ടാസ്ക് എന്നാണ് ഇതിന്റെ പേര്. കുറച്ചു മുമ്പ് നമ്മളൊരു പ്രൊമോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കൂട്ടം ടാസ്കുകളുടെ ആദ്യത്തെ ടാസ്ക്, ഒരു ടാസ്ക് അല്ല, ഒരു കൂട്ടം ടാസ്കുകൾ ഉണ്ടാവും. ടിക്കറ്റ് ടു ഫിനാലെയുമായി ബന്ധപ്പെട്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇതിൽ നിന്ന് ഒരു ടീമോ ഒരു വ്യക്തിയോ ടിക്കറ്റ് ടു ഫിനാലെ മായി ബന്ധപ്പെട്ട് ബമ്പർ ബോണസ് അവരെ തേടി എത്തുമെന്നാണ് ബിഗ് ബോസ് ഈ ഒരു ലെറ്റർ വായിച്ച സമയത്ത് അതിനകത്തൂടെ അറിയിച്ചത്. എന്തായാലും ആദ്യത്തെ ടാസ്ക്, പതപ്പിക്കൽ ടാസ്ക് എന്ന് പറയുന്നത്, ഓരോ ടീമിൽ നിന്ന്, കിച്ചൺ ടീം, വെസൽ ടീം, അങ്ങനെ 4 ടീം ഉണ്ടല്ലോ, ഓരോ ടീമിൽ നിന്നും 2 പേര് ഈ ടാസ്കിൽ പങ്കെടുക്കുകയും ഒരാൾ ജഡ്ജായിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ ഓരോ ടീമിൻ്റെ പേരെഴുതി അവിടെ ഇങ്ങനെ ഷവർ വെച്ചിട്ടുണ്ടാവും. അവിടെ പോയി നിൽക്കുക, ഒരു സോപ്പ് കൊടുക്കും, ആ സോപ്പ് ഒരച്ചൊരച്ചൊരച്ച് തേച്ച് കുളിക്കുക. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടുള്ള കുളിയാണ് കേട്ടോ. അപ്പോൾ തേച്ചൊരച്ച് കുളിച്ച് ആദ്യം ആര് സോപ്പിനെ തീർക്കുന്നുവോ ആ ടീമായിരിക്കും ഇതിനകത്ത് വിജയിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സായിയുടെ ടീമാണ്. അതിനകത്ത് സായിയും സിജോയാണ് മത്സരിച്ചത്. അപ്സര ജഡ്ജായിട്ട് നിന്നു. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത് വന്ന ടീം എന്ന് പറയുന്നത് അഭിഷേകിൻ്റെ ടീമാണ്. അഭിഷേക് ശ്രീകുമാറിൻ്റെ ടീം, അവർ രണ്ടാമതും എത്തി. അതേസമയത്ത് മൂന്നാമതെത്തിയത് ജിൻഡോ റസ്മിൻ ടീമാണ്. അപ്പോൾ ഇവരുടെ ടീമിൽ 2 പേരുള്ളതുകൊണ്ട് ക്യാപ്റ്റൻ നന്ദനയും കൂടെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 പേരായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ ട്രിക്കുണ്ട്. നമ്മളിടുന്ന ഡ്രസ്സ് കുറച്ച് പരുപരുത്ത ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ, ഈ സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കായിട്ടുള്ള അല്ലെങ്കിൽ സിൽക്കി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സോപ്പ് ഉരച്ച് തീരാൻ പാടാണ്. നല്ല കടുകട്ടി ജീൻസിൻ്റെ പോലത്തെ മെറ്റീരിയൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉരച്ച് തീർക്കാൻ എളുപ്പമാണ്. എന്തായാലും ജയിച്ചത് സായിയുടെ ടീമാണ്. സായി സിജോ ടീം ജയിച്ചു. ഫസ്റ്റ് എത്തി, സെക്കൻഡ് എത്തിയത് അഭിഷേകിൻ്റെ ടീം, തേർഡ് എത്തിയത് ജിൻഡോയുടെ ടീം.